വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായും അറിയിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് പാലക്കാടാണ്. പാലക്കാട് കോട്ട കാണാൻ വന്ന കോട്ടയും പരിസരങ്ങളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് കോട്ടയിലേക്കാണ് പോകണം. പാലക്കാട് കോട്ടയിലേക്ക്. ഞാൻ കോട്ടയത്ത് നിന്ന് രാത്രി വണ്ടിക്ക് വന്നിട്ട് ഇവിടെ വെളുപ്പിനെത്തിയിട്ട് ഞാനിവിടെ ഇവിടെ AC റൂം ഇതുണ്ട്, വിശ്രമ മുറികളുണ്ട്. 1 മണിക്കൂറിന് 30 രൂപ കൊടുത്താണ്. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി 1 മണിക്കൂറും കൊണ്ട് അതിനകത്തുനിന്ന് ഇറങ്ങാം. 1 മണിക്കൂർ നമുക്ക് അതിനകത്ത് വിശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുളിയും ഫ്രഷപ്പെല്ലായി പുറത്തിറങ്ങി. ഇനി നേരെ പാലക്കാട് കോട്ടയിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് ഇഡ്ഡലിക്കാണ് പറഞ്ഞത്. ഇഡ്ഡലി, ചട്നിയും സാമ്പാറും, 2 തരം ചട്നിയുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. പാലക്കാട് ഇഡ്ഡലിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല ടേസ്റ്റ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നല്ല വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. നല്ല ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല തക്കാളി ചമ്മന്തി, അതേപോലെ നമ്മുടെ സാദാ ചമ്മന്തി, പിന്നെ ഒരു സാമ്പാർ. അടിപൊളിയായിരുന്നു സാമ്പാർ. എനിക്ക് 3 എണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ഇഡ്ഡലിയും കൂടെ മേടിച്ച് കഴിച്ചേനെ. അത്രയും നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. പാലക്കാട് കോട്ട മൈതാനത്തിൻ്റെ അടുത്താണ് ബസ് വന്നിറങ്ങിയത്. ഇഷ്ടംപോലെ നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. ഇവിടെ കോട്ട മൈതാനത്ത് വന്നിറങ്ങി. കോട്ട മൈതാനത്തിൻ്റെ കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ടൈമിൽ ഒരുപാട് ആൾക്കാർ വർക്കൗട്ടിന് വരുന്ന സ്ഥലമാണിത്. നല്ല ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ വർക്കൗട്ടിന് വരുന്നത്. ആ വർക്കൗട്ടിന് വരുന്ന സ്ഥലമാണ്. അത് കണ്ടോളണേ. ആ കാഴ്ചകൾ നല്ല മനോഹര കാഴ്ചയാണ്. ഇതുണ്ടോ, ഇതാണ് പാലക്കാട് കോട്ട മൈതാനം. ഒരുപാട് പേര് രാവിലെ വർക്കൗട്ടിനൊക്കെ വരുന്ന സ്ഥലമാണ്. നല്ല ആംബിയൻസില്ലേ കാണുമ്പോൾ. വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ പ്രത്യേകതയാണ് കാണാൻ. ഒരുപാട് സ്ഥലമുണ്ട്. ഇത് കഴിഞ്ഞ് അപ്പുറം കടന്ന് വേണം നമുക്ക് കോട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കാഴ്ചകളും കൂടെ കാണിച്ചിട്ട് നമുക്ക് കോട്ടയിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ വർക്കൗട്ടിന് വന്ന് ഇരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ വർക്കൗട്ടിനൊക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ വർക്കൗട്ട് നടക്കുന്ന ഒരു ക്ലബിൻ്റെയൊക്കെ വർക്കൗട്ട് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ രാവിലെ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു വലിയൊരു ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ. ഇതാണ് പാലക്കാട് കോട്ട മൈതാനം. ഇതുണ്ടോ, വർക്കൗട്ടിന് വന്ന കുട്ടികളൊക്കെ നിൽക്കുന്നത്. മരങ്ങളുടെ എല്ലാം വലിപ്പം നോക്കിയേ. ഒരുപാട് കാലം പഴക്കമുണ്ടെന്ന് തോന്നുന്നു മരത്തിനൊക്കെ. നല്ല വലിയ മരങ്ങൾ. സ്പോർട്സിനൊക്കെ വന്ന കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെ എന്തോ ഒരു സ്തൂപമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെയൊന്നും എഴുതി വെച്ച് കാണുന്നില്ല. സാധാരണ അങ്ങനത്തെ സ്തൂപങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നതാണ്. അവിടെ ഒന്നും എഴുതി വെച്ചൊന്നും കാണുന്നില്ല. അതിൻ്റെ മുന്നിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വായിച്ചു നോക്കാം നമുക്ക്. അത് EK നായനാർ ഉദ്ഘാടനം ചെയ്തതിൻ്റെയാണ്. സെൻറ്റ് മേരീസ് EK നായനാർ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഒരു സ്തൂപമാണ് അത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെ. നല്ല കാഴ്ചയായിരുന്നു.
നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ല കാഴ്ചയായിരുന്നു. ഏതായാലും കാലാവസ്ഥ രാവിലെ വലിയ കുഴപ്പമില്ല, മഴ കാണുന്നില്ല. മഴ ഉണ്ടായി കഴിഞ്ഞാൽ പണിവാളും. നമ്മൾ കോട്ടയിലേക്കാണ് ഇനി കടന്നു പോകുന്നത്. ഈ റോഡ് കടന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ കോട്ടയാണ്. ഇനി കോട്ടയിലേക്കാണ് പോകുന്നത്. നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. കയറി വന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ തണൽ മരങ്ങളുണ്ട്. എല്ലാ സൈഡിലും ഉണ്ട് തണൽ മരങ്ങൾ. ഇനി ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് 25 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. പിന്നെ കുട്ടികൾക്ക് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ കൊടുക്കണ്ട. മുതിർന്നവർക്ക് 25 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇത് ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് കാണുന്നത്. ഈ കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കോട്ടയിലേക്ക് പ്രവേശിക്കാൻ. ടിക്കറ്റും എടുത്ത് ഇനി നമ്മൾ കോട്ടയിലേക്ക് പ്രവേശിക്കാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയം ഒരു 10:30 കഴിഞ്ഞതേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്ക് കാണുന്നുണ്ട്. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ടിപ്പു സുൽത്താന്റെ അച്ഛനായ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1766 പണികഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത്. കോട്ടക്കകത്തേക്ക് സന്ദർശകർക്ക് അനുമതിയുണ്ട്. പ്രവേശനം ഫീസ് മുഖാന്തരം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ തന്നെ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും 18-ാം നൂറ്റാണ്ടിന് മുൻപ് സ്വതന്ത്ര ഭരണാധികാരിയായി. 1757 അദ്ദേഹം സാമൂതിരിയുടെ അക്രമ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിന്റെ ഭരണം പിടിച്ചെടുത്തു. അന്നു മുതൽ 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയും ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന് കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് 1768 കേണൽ വുഡ് ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ്. എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദർ കോട്ടയുടെ ഭരണം തിരിച്ചുപിടിച്ചു. 1783 കേണൽ ഫുള്ളർട്ടൺ 11 ദിവസം കോട്ട വളഞ്ഞുവെച്ച് കോട്ട പിടിച്ചടക്കി. എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു. പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന് കീഴിലായി. അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവാർട്ടിന്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി. ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഈ കോട്ട ഒരു താവളമാക്കി വെച്ചു. ഈ കോട്ടയെ ഉപയോഗിച്ച് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു. 1990 തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി. നമ്മൾ കോട്ടേൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കുന്നത്. കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശനം ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഇവിടെ ബോർഡുണ്ട്. നമ്മൾ ടിക്കറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരതിനെ ഒരു തുളയിട്ട് തന്നു. എന്നിട്ടാണ് നമ്മളെ കയറ്റി വിടുന്നത്. നമ്മൾ കോട്ടേൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. ഇനി കോട്ടേൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ.
അടിപൊളി കേട്ടോ. നല്ല തണൽ മരങ്ങളുണ്ട്. പിടിച്ചാൽ പിടിയെത്താത്ത വലിപ്പമുള്ള മാവുകൾ മുതലുള്ള ഓരോ മരങ്ങളുമുണ്ട്. ഭയങ്കര വലിപ്പമുള്ള മരങ്ങളും ആലും ഉണ്ടോ. ആൽമരം കണ്ടോ, നല്ല അടിപൊളി ആൽമരവും എല്ലാം ഉണ്ട്. അപ്പുറമൊക്കെ ഉണ്ട് തണൽ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായി സംരക്ഷിക്കുന്ന ഒരു കോട്ടയാണിത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തല ഉയർത്തി നിൽക്കുന്ന കോട്ട കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഉയരത്തിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണങ്ങൾ. അത് ശത്രുക്കളെല്ലാം വരുമ്പോൾ ദൂരേനെ കാണാനുള്ള രീതിയിലായിരിക്കും അതൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കത് ദൂരേനെ കാണുമ്പം തന്നെ നല്ല എടുപ്പുണ്ട് അത് കാണാൻ. പിന്നെ മൊത്തത്തിലൊരു പച്ചപ്പുണ്ട്. കോട്ടേൻ്റെ പുറം ഭാഗത്തെല്ലാം നമുക്ക് നല്ല മനോഹരമായ പച്ചപ്പും മനോഹരമായ രീതിയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. വലിയ മരങ്ങളെല്ലാം ആയിട്ടൊരു പച്ചപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏക ഗവൺമെൻറ് സ്ഥാപനമാണ് താലൂക്ക് സപ്ലൈ ഓഫീസാണ്. ഇത് കണ്ടോ, ഇവിടെ കോട്ടേൻ്റെ അകത്ത് തന്നെയാണ് താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലേക കോട്ടേൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. കണ്ടോ, കണ്ടോ, ഇവിടെ വെച്ചാണ് പല ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ഇവിടെ വെച്ചാണ് അയ്യപ്പനും കോശിയും ചിത്രീകരിച്ചത്. അയ്യപ്പനും കോശിയും ചിത്രീകരിച്ച ജയിലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടം. ഇത് പഴയ ഇവിടുത്തെ സബ് ജയിലാണ്. ഇതിൽ കോശി കിടന്ന ജയിലറകളുടെ ഭാഗമൊക്കെയാണ് ഈ ഭാഗത്തേക്കുള്ളത്. ഇതിനകത്തൊക്കെ വെച്ചാണ് അയ്യപ്പനും കോശിയും ചിത്രീകരിച്ചത്. ഇത് പഴയ ഇവിടുത്തെ സബ് ജയിലാണ്. ഇതിനകത്തു നിന്നൊക്കെയായിരുന്നു ഷൂട്ടിങ്. കോശി കിടന്ന ജയിലറയൊക്കെ ഇതിനകത്താണ്. ഇവിടെ ഒരു പഴയ വേസ്റ്റ് കത്തിക്കുന്ന ഇതുണ്ട്, അതൊന്ന് കണ്ടു നോക്കി. കണ്ടോ, പഴയ കാലത്തെ വേസ്റ്റ് കത്തിക്കുന്ന സാധനമാണ്. ഇതാണ് പണ്ട് കാലത്ത് വേസ്റ്റൊക്കെ കത്തിച്ച് കളഞ്ഞ മറ്റൊരു പ്രത്യേകത കണ്ടോ. ഇവിടെ ഇതൊരു വലിയൊരു മാവാണ്. ആ മാവിൻ്റെ ശിഖരം വന്ന് താന്ന് കിടന്നിട്ട് പിന്നെ അതിൽ നിന്ന് മറ്റൊരു മരം പോലെ ഉണ്ടായിരിക്കുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും അതൊരു മാവാണ്. അത് ശിഖരം വന്ന് താന്ന് കിടന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പൊങ്ങി വന്ന് ഒരു മരമായിട്ട് വളർന്നു. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ രൂപകൽപ്പനകൾ കാണാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ എല്ലാ രൂപകൽപ്പനകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് പണ്ട് നിർമ്മിച്ച ആ രീതിയിൽ തന്നെ അത് ഇന്നും സംരക്ഷിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വഴിയിൽ കണ്ടോ, നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുണ്ടത്. ഒരു ചെടി ഫുള്ളാ ചെടി തന്നെയാണ്. രണ്ട് സൈഡിലുണ്ട് പലതരം കളറോട് കൂടിയ ചെടികൾ. നല്ല രസമുണ്ടത് കാണാൻ വേണ്ടി. നല്ല പച്ചപ്പുണ്ട് ഇവിടെ. ഒരുപാട് തണൽ മരങ്ങളും. ഇവിടെ മുകളിലേക്ക് കയറിപ്പോകാൻ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമുക്കിനി മുകളിലേക്ക് കയറിയുള്ള കാഴ്ചകൾ കാണാം. ഈ ഭാഗത്ത് കുറേ നേരം കൂടിയിട്ട് ഒരു ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടതാണ്. ഈ സ്റ്റെപ്പ് മുകളിലേക്ക് കയറാനുള്ളൂ. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറിയിട്ട് അതിൻ്റെ മുകളിൽ
ഗോപുരമുണ്ട്. അവിടെ കയറി നിന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ചുറ്റും ഈ വഴി ഇതുപോലെയുള്ള വഴികളുണ്ട്. ഈ വഴി തന്നെ നമുക്ക് നടന്ന് ഇതിന് ചുറ്റുമുള്ള ഭാഗങ്ങളും കാണാം. പാലക്കാട് ഫോർട്ടിൻ്റെ ഒരേ ഒരു പ്രത്യേകതയാണ് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടയാണിത്. ഇതിൻ്റെ നിർമ്മാണ രീതി അങ്ങനെയാണ്. മൊത്തം കരിങ്കല്ല് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നിർമ്മാണ രീതി ഒരു പ്രത്യേകതയുള്ള രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കത് വീഡിയോയിൽ കാണാം. പല സ്ഥലത്തും ചുറ്റുപാടും എല്ലാം വെള്ളത്താലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ധാരാളം ആമകൾ ഈ വെള്ളത്തിലുണ്ട്. അത് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലെല്ലാം കാണാം. ധാരാളം ആമകൾ, കുറച്ചൊന്നുമല്ല. അതുപോലെ മത്സ്യങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. പിന്നെ ഗോപുരമുണ്ട്. ഒരു സ്റ്റേ ചെയ്യുന്ന പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് പേര് കയറിയിരുന്ന് ഫോട്ടോ എടുക്കുകയും കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് മുകളിലോട്ട് കയറി നോക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ളപ്പോൾ കണ്ട കാഴ്ചകളാണ് കാണുന്നത്. ഇങ്ങനെ ചുറ്റും നടന്ന് കാണാം. കോട്ടേൻ്റെ ചുറ്റും നടന്ന് കാണാം. ചുറ്റും വെള്ളം ആണ് കാണാനുള്ളത്. പിന്നെ നല്ല സീനറിയാണ്, നല്ല പച്ചപ്പ് കാണാം. അതൊക്കെയാണ് ഇവിടെ. നമ്മൾ കണ്ണൂർ കോട്ടയൊന്നും പോയി കാണുന്ന പോലെ അങ്ങനെ അകത്തൂടെ കയറി ഇറങ്ങി അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ നല്ലൊരു സീനറിയും ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. ഒരു വ്യൂ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ്. ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കാഴ്ചകൾ കണ്ടോ. മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടി പടവുകളെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു കുളം. ഹായ്, അങ്ങനെ ഞാനെൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും പാലക്കാട് കോട്ടയും പരിസരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. One hit